കൂട്ടിക്കൊണ്ടുപോയ ബാല്യക്കാരോട് അവിടം വരെ ചെന്നിട്ട് അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് കൊള്ളുക, ഞാൻ ബാലനെയും കൊണ്ട് പോയി ആരാധന കഴിപ്പിച്ച് മടങ്ങി വരാം. സത്യം പറഞ്ഞ മലയാളം ബൈബിളിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ മകനെ കൊണ്ട് യാഗം അർപ്പിച്ച് മടങ്ങി വരാമെന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിലും ഏകദേശം ഇത് തന്നെയാണ് അർത്ഥം. പക്ഷെ ഈ ഒരു ദിവസങ്ങളിൽ ഞാൻ പഠിച്ച ഒരു ബൈബിൾ NKJV എന്ന ബൈബിളിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഞാനെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്കിങ്ങനെയാണ്, ഞാനും ബാലനും ഞങ്ങൾ യാഗമർപ്പിച്ച് ഞങ്ങൾ മടങ്ങി വരാം. ഒന്ന് ആലോചിക്കണേ, ദൈവം പറഞ്ഞ ശബ്ദത്തെ അനുസരിക്കുന്ന അബ്രഹാം, ദൈവ ശബ്ദം കേൾക്കുന്ന അബ്രഹാമിനോട് കർത്താവ് പറയുകയാണ്, ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞ് മോറിയ ദേശത്ത് എത്തുന്ന നാൾ വരെ അബ്രഹാം കണ്ടിട്ടുള്ളത് ദൈവത്തിന്റെ വോയിസിനെയാണ്. അവൻ കണ്ണിന്റെ മുമ്പിൽ കണ്ടിട്ടുള്ളത്. അബ്രഹാമിന് നന്നായിട്ട് അറിയാം ദൈവത്തിന്റെ വോയിസ് അത്രയും കൺഫേംഡ് ആണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും അബ്രഹാം അങ്ങനെ ഒരു വേട് ബാല്യക്കാരോട് എടുത്തു പറഞ്ഞേ, ഞങ്ങൾ പോയി യാഗം അർപ്പിച്ച് ഞങ്ങൾ മടങ്ങി വരാം. സത്യം പറഞ്ഞാൽ യാഗം അർപ്പിക്കുക എന്ന് പറയുന്നത് ദൈവം പ്രസാദിക്കുന്ന ഒരു മേഖലയാണ്. യാഗപീഠത്തിന്റെ മുകളിൽ കയറ്റി വെക്കുന്ന യാഗമൃഗത്തിന്റെ ജീവൻ യാഗപീഠത്തിൽ നശിക്കും, പക്ഷെ ദൈവം പ്രസാദിച്ച് അനുഗ്രഹം കൊടുക്കും. എങ്കിൽ പോലും അവിടെ നടക്കുന്ന ജീവൻ പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞത് ഇസ്ഹാക്കിന്റെ ജീവൻ പോകുമെന്നാണ്. അത്രയും കൺഫേംഡ് ആയ വോയിസ് അബ്രഹാമിനോട് പറയുവാണ്, ഇസ്ഹാക്കിന്റെ ജീവൻ പോകുമെന്ന്. പക്ഷെ അബ്രഹാം പറയുവാണ്, ഇല്ല, എന്റെ മകൻ ജീവിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ